ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിലവിലെ തൊഴിലുറപ്പ് പദ്ധതി മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ പദ്ധതികളൊക്കെ എല്ലാ പഞ്ചായത്തിലും ഏറ്റെടുത്ത് വരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടൊരു ഓർഡർ മിഷൻ ഡയറക്ടർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഓർഡറിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വികസിത് ഗ്രാമപഞ്ചായത്ത് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രകാരമാണ് പ്രവൃത്തികൾ ഏറ്റെടുക്കേണ്ടത്. അത് നിലവിൽ നിങ്ങളെ പഞ്ചായത്തിലേക്ക് അപേക്ഷ കൊടുത്തിട്ട് പഞ്ചായത്ത് ഒരു ക്രോഡീകരിച്ച ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ഇത് ഗ്രാമസഭയിൽ വെച്ച് പാസ്സാക്കി എടുത്ത് വർക്കിനെ ആണ് ഇങ്ങനെ പറയുന്നത്. അതായത് നിലവിൽ പഞ്ചായത്തിന് ഏറ്റെടുക്കാവുന്ന പ്രവൃത്തികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതേ നിലയിൽ ബ്ലോക്കിൽ നിന്ന് മറ്റൊരു ലിസ്റ്റും കൂടി തയ്യാറാക്കി അവരെ അയച്ചു. പിന്നെ കേന്ദ്രത്തിൻ്റെ നിശ്ചിത പ്രവൃത്തികളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ വർക്ക് തയ്യാറാക്കുന്നത്. അത് വർക്കുകൾ ഗ്രാമസഭയിൽ വെച്ച് പാസ്സാക്കുന്നതാണ് വികസിത് ഗ്രാമപഞ്ചായത്ത് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അത് നിലവിൽ ഈ പ്ലാനിലൊക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം 7 മാസമൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചാൽ മാത്രമേ ആ പ്ലാനിലൊക്കെ ഉൾപ്പെടുത്തി ആ ക്രമത്തിൽ നമ്മൾക്ക് പ്രവൃത്തികൾ ആരംഭിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇതിന് എങ്ങനെ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ പറ്റുന്നതിൽ കാലതാമസം നേരിടുന്നതിന് അതിന് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അത് കാലതാമസം നേരിടാതെ തന്നെ നമുക്ക് പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ അറിവിലേക്ക് ഞാൻ വായിച്ചു തരാം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം വികസിത് ഗ്രാമപഞ്ചായത്ത് പ്ലാനിൻ്റെ കരട് ഫ്രെയിംവർക്ക് മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. അത് പറയുന്നതാണ് നിലവിൽ കരട് 266 പ്രവൃത്തികളാണെന്ന് തോന്നുന്നു ഇറക്കിയത്. അതിൽ ആ കരട് വർക്കിൻ്റെ ലിസ്റ്റാണ് നിലവിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പം അതിൽ കൂടുതൽ പ്രവൃത്തികൾ ഉണ്ടാവും എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഓർഡറിലും പ്രത്യേകമായിട്ട് പറയുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ തൊഴിൽ നൽകുന്നതിനാവശ്യമായ പ്രവൃത്തികൾ ഓൺഗോയിങ് സ്റ്റാറ്റസിൽ ഇല്ല എങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിലവിൽ ഗ്രാമസഭ അംഗീകാരം നൽകിയിട്ടുള്ളതും യുക്തധാരയിൽ ഉൾപ്പെട്ടതും VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കുന്നതുമായ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്താവുന്നതാണെന്ന് സൂചന പ്രകാരം അറിയിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ നമുക്ക് പഞ്ചായത്തിലൊക്കെ ഓൺഗോയിങ് വർക്ക് ഉണ്ടാവും. ഓൺഗോയിങ് വർക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത വർക്ക്, അത് തുടങ്ങിയ വർക്കുകളുണ്ടെങ്കിൽ അത് നിലവിൽ കണ്ടിന്യൂ ചെയ്യുന്നതിനെ കൊണ്ട് ഒരു പ്രയാസമില്ല, അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത്. അപ്പം അതേപോലെ തന്നെ നിലവിൽ അങ്ങനെ പ്രവൃത്തികളില്ലാത്തവർക്ക് മാത്രമാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ തൊഴിൽ ആവശ്യത പ്രകാരം തൊഴിൽ ദിനങ്ങൾ നൽകാൻ കഴിയുന്ന പ്രവൃത്തികളുടെ അപര്യാപ്തമുണ്ട് എന്ന സൂചന 2 പ്രകാരം ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ തൊഴിൽ ആവശ്യകത നിറവേറ്റുന്നതിനായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുന്നതും വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ നിയമപ്രകാരം അനുവദനീയമായ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതാണെന്ന് വിവരം അറിയിക്കുന്നു. അതായത് നിലവിൽ നമ്മളെ ഇപ്പോൾ വികസിത് ഭാരത് നിലവിൽ പുതിയ പദ്ധതിയിൽ ഉൾപ്പെട്ട കരട് ലിസ്റ്റ് പ്രകാരം ഉൾപ്പെട്ട പ്രവൃത്തികളും അത് നിലവിലെ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തികൾ ഏറ്റെടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ ആക്ഷൻ പ്ലാനിൽ എല്ലാം ഇപ്പോൾ തൊയ്ത്താണെങ്കിൽ തൊയ്ത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ തൊയ്ത്ത് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾക്ക് സാങ്കേതികാനുമതി നൽകുന്നതിന് പ്രത്യേക ഉത്തരവ് വരാത്ത സാഹചര്യത്തിൽ പ്രത്യേക ഉത്തരവ് ഉണ്ടാകും വരെ MGNRGS പദ്ധതിയിൽ സ്വീകരിച്ചു വരുന്ന അതേ രീതിയിൽ തന്നെ പ്രവൃത്തികൾക്ക് സാങ്കേതികാനുമതി ഇതിൽ ലഭ്യമാക്കാവുന്നതാണ്. MGNRGS പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്തിൽ യുക്തധാരയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്ക് ബ്ലോക്ക് പഞ്ചായത്തുകൾ GIS ലോഗിൻ അംഗീകാരം നൽകുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ VBG റാംജി പദ്ധതിയിൽ യുക്തധാര പോർട്ടലിൽ ഗ്രാമപഞ്ചായത്തുകൾ പ്ലാൻ ചെയ്യുന്ന പ്രവൃത്തികൾ GIS ലോഗിനിൽ അപ്രൂവലിന് ശേഷം ജില്ലാ തലത്തിൽ DGNO ഡിസ്ട്രിക്ട് ജിയോ നോഡൽ ഓഫീസർ ലോഗിനിൽ നിന്നും അപ്രൂവൽ നൽകേണ്ടതായിട്ടുണ്ട്. MISൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം വരുത്തിയ മാറ്റങ്ങൾക്ക് അനുസൃതമായി പ്ലാനുകൾ പരിശോധിച്ച് ജില്ലാ തലത്തിൽ അംഗീകാരം നൽകേണ്ടതാണെന്ന് എന്നിവരെ അറിയിക്കുന്നു. അതായത് നിലവിൽ പറയുന്ന പ്രവൃത്തികളൊക്കെ ഇതിൽ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ടതും അതേപോലെ തന്നെ നിലവിലെ പദ്ധതി VBG റാംജി പദ്ധതിയിൽ ഏറ്റെടുക്കാവുന്നതായ പ്രവൃത്തികൾക്ക് നമുക്കിപ്പോൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അതിൻ്റെ അനുമതിയൊക്കെ നൽകാവുന്നതാണെന്ന് തന്നെ ജില്ലയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശം കൂടിയാണിത്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ നിലവിൽ
പുതിയ പദ്ധതി പ്രകാരം ഏതൊക്കെ പ്രവൃത്തികളാണ് ഏറ്റെടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ പ്രവൃത്തികളൊക്കെ ക്രോഡീകരിച്ച് ലിസ്റ്റ് തയ്യാറാക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടങ്ങാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നിലവിലെ ഉത്തരവ് ഏറെ അനുകൂലമായാണ് തൊഴിലാളികൾക്ക്. ഇങ്ങനെ ഇതേപോലെ ഒരു ഉത്തരവുകൾ വരാത്തതാണ് ഇത്രയും കാലതാമസമൊക്കെ നേരിട്ടത്. അതായത് പുതിയ പദ്ധതി ആരംഭിക്കുകയും ചെയ്തു, എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ ഒരു സാങ്കേതിക തടസ്സം, അതായത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ കുറേ വ്യക്തത വരാത്തത് കൊണ്ടാണ് നിലവിലെ പ്രവൃത്തികളൊക്കെ ആരംഭിക്കുന്നതിന് കാലതാമസം നേരിട്ടത്. ഇനി ഏതായാലും ഇത്രത്തോളം വിശദമായിട്ട് ഉത്തരവുകളൊക്കെ ഇറക്കിയ സ്ഥിതിക്ക് മുന്നോട്ട് പ്രവൃത്തികൾ എല്ലാ പഞ്ചായത്തുകളും ആരംഭിക്കുന്നതാണ്. നിലവിൽ വർക്ക് നടക്കാത്ത പഞ്ചായത്തിൽ ചില പഞ്ചായത്തുകളിലൊക്കെ തന്നെ നിലവിൽ ഓൺഗോയിങ് ആക്കി വർക്കിട്ട് അത് മുൻകൂട്ടി കണ്ട് അവർ ഓൺഗോയിങ് വർക്കാക്കിയിട്ട് അതിനുശേഷം ഇപ്പോൾ എടുത്തു പോകുന്നുണ്ട്. അതേപോലെ ചില പഞ്ചായത്തുകളിലൊക്കെ പെട്ടെന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി തോടിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ട് തൊഴിലാളികൾക്ക് പണി കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിലവിലെ വർക്കുകൾ നടന്നു പോകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില പഞ്ചായത്തുകൾ പുതിയ പ്രവൃത്തി VBG രാംജി പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികളൊക്കെ നിലവിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളെ പഞ്ചായത്തിലും നിലവിൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പം നിലവിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനുള്ള ലാൻഡോ അല്ലെങ്കിൽ നികുതി ഷീട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സമയം എത്തിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എത്ര തൊഴിലാളികളാണോ ഉള്ളത് അവർക്ക് ഒരു 100 ദിവസം, അതായത് 10 പേരാണെങ്കിൽ 10 പേർക്ക് 100 ദിവസം ആക്കാൻ 1000 തൊഴിൽ ദിനം വേണം. അപ്പോൾ അങ്ങനെ 1000 തൊഴിൽ ദിനത്തിന് ഒത്ത എസ്റ്റിമേറ്റുകൾ ഉണ്ടാക്കാനുള്ള വിവരങ്ങളൊക്കെ നൽകണം. അപ്പോൾ അങ്ങനെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്യാവുന്നതാണ്. അതായത് നിലവിൽ എത്ര തൊഴിലാളികളാണോ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് 100 ഡേയ്സ് ആക്കാൻ എത്ര തൊഴിൽ ദിനം ഓരോ എസ്റ്റിമേറ്റിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ എത്ര എസ്റ്റിമേറ്റ് വേണമെന്ന് നോക്കിയിട്ട് ആ രൂപത്തിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനുള്ള അപേക്ഷകളൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രീ പ്ലാൻഡ്, അതായത് ഒരു വർഷത്തേക്ക് വേണ്ട എസ്റ്റിമേറ്റുകളൊക്കെ പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ്. പിന്നെ നിലവിലെ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് ജീവനക്കാർക്ക്, അതായത് മെമ്പർമാർക്കൊക്കെ ഇപ്പോൾ ട്രെയിനിങ് ലഭ്യമാക്കി എന്നറിയാൻ കഴിയുന്നു. തൊഴിലുറപ്പ് ജീവനക്കാർക്ക് നിലവിൽ ട്രെയിനിങ്ങുകൾ ഒന്നും ലഭ്യമായിട്ടില്ല. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർക്കും അതിനു വേണ്ടിയുള്ള സാങ്കേതിക മികവ് കാഴ്ചവെക്കാൻ വേണ്ടി ട്രെയിനിങ് ഒക്കെ നൽകണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ട്രെയിനിങ് ഒക്കെ നൽകിയാൽ മാത്രമേ അവർക്കും അതിൻ്റേതായ രൂപത്തിൽ ഈ പ്രവൃത്തികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഈ ഓർഡറുകൾ വരുന്നത് തന്നെ ഏറെ പ്രയോജനകരമാണ്. അപ്പോൾ അവർക്ക് അതിനുവേണ്ടി ട്രെയിനിങ്ങുകൾ, വർക്കുകൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലായാലും വർക്കുകൾ ചെയ്യിപ്പിക്കുന്ന കാര്യത്തിലായാലും എല്ലാവിധ അറിവുകളും ലഭ്യമാക്കുന്നതിന് വേണ്ടി ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്നത് അഭികാമ്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തൊഴിലുറപ്പ് പദ്ധതി മാറിയെങ്കിലും ഇപ്പോൾ വികസിത് ഭാരത് ഗ്യാരണ്ടി റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന് പറയുന്ന പുതിയ പദ്ധതി നല്ല രീതിയിൽ ഭംഗിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള അതിയായി ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളെ സംശയങ്ങളൊക്കെ നമ്മളോട് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നമ്മൾ മാക്സിമം മറുപടി നൽകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ പുതിയ പദ്ധതി ട്രെയിനിങ് ഒക്കെ ലഭ്യമാക്കിയതിനെക്കുറിച്ച് വിശദ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം NMS ആപ്പിലൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതാത് സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണ്ടേ കമൻറ്റിലൂടെ നമുക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.